നമ്മളിനി നീളം കൂടിയ വയറോട് കൂടിയ പൊട്ടൻഷ്യോമീറ്റർ ആണോ നീളം കുറഞ്ഞ വയറുള്ള പൊട്ടൻഷ്യോമീറ്റർ ആണോ കൂടുതൽ ആക്യുറസി ഉള്ളത്? അപ്പോൾ നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യോമീറ്ററിന് AB ലെങ്ത്തിലൊരു വയറുണ്ടെന്ന് പറഞ്ഞു. ആ വയറ് ചില പൊട്ടൻഷ്യോമീറ്ററിന് 4 മീറ്റർ ആയിരിക്കും, ചിലതിന് 10 മീറ്റർ ആയിരിക്കും. ഏതാണ് കൂടുതൽ ആക്യുറസി ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു പൊട്ടൻഷ്യോമീറ്ററിന്റെ ആക്യുറസി വർദ്ധിപ്പിക്കാം, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. EMF ഓഫ് ദ സെൽ ഇൻ ദ സെക്കൻഡറി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസ് ഇൻ ലെങ്ത്. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. ഓർ EMF ഓഫ് ദ സെൽ ഇൻ ദ സെക്കൻഡറി ഈസ് ഈക്വൽ ടു phi into L, where phi is called the potential gradient or potential difference per unit length. ഇതിനെയാണ് നമ്മൾ potential gradient അല്ലെങ്കിൽ potential difference per unit length എന്ന് വിളിക്കുന്നത്. Now suppose that the value of phi for a given potentiometer is 0.01 volt per centimeter. 0.01 volt per centimeter ആണ് ഒരു given സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ ഓരോ സെന്റിമീറ്ററിലെയും ഒരു സെന്റിമീറ്റർ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ ലെങ്ത് ഇതാന്ന് വിചാരിക്കാം. ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലെ ഒരു സെന്റിമീറ്റർ, ഇതാണ് ഒരു സെന്റിമീറ്റർ, എ മുതൽ ഇവിടെ വരെ ഒരു സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.01 ആണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ 1 സെന്റിമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.01 ആണെങ്കിൽ നമ്മൾ സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന്റെ EMF, സെക്കൻഡറി സെല്ലിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന്റെ EMF ഗാൽവനോമീറ്റർ ഉണ്ട്. സെക്കൻഡറി സെല്ലിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന്റെ EMF ക്യാപിറ്റൽ E. പ്രൈമറിയിൽ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ EMF ഞാനിപ്പോൾ എഴുതുന്നില്ല, ഈ ഡിസ്കഷനിൽ അതിന്റെ ആവശ്യമില്ല. സെക്കൻഡറി സെല്ലിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന്റെ EMF 0.5 വോൾട്ട് ആണ് വിചാരിക്കുക. അപ്പോൾ 1 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്ററിന് പൊട്ടൻഷ്യോമീറ്ററിൽ 0.01 വോൾട്ട് ഉണ്ടെങ്കിൽ, 01 വോൾട്ട് ഉണ്ടെങ്കിൽ, തിരിച്ചു പറഞ്ഞാൽ 0.01 വോൾട്ടിനെ ബാലൻസ് ചെയ്യാൻ 1 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ വയർ വേണമെന്നുണ്ടെങ്കിൽ 0.5 വോൾട്ട് EMF ഉള്ള സെല്ലിനെ ബാലൻസ് ചെയ്യാൻ എത്ര ലെങ്ത് വേണം? 0.5 into 1 divided by 0.5 into 1 divided by 0.01 3 ആണ്. 0.5 into 1 divided by 0.01 വേണം. That is equal to 50 centimeter. That is equal to 50 centimeter. Now suppose that the EMF of the cell in the secondary increases slightly. അത് 0.5 നിന്നും 0.501 ഇൻക്രീസ് ചെയ്യുന്നതായി. 0.501 ഇൻക്രീസ് ചെയ്യുന്നതായി. നേരത്തെ 0.1 ആയിരുന്നു, അത് മെല്ലെ ഇൻക്രീസ് ചെയ്ത് 0.501 ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എത്ര ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ആവുന്നിരിക്കുന്നത്? 0.001 ഇൻക്രീസ് ഇൻ വോൾട്ടേജ്. വളരെ കുറച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. അത് എന്നാലൊരു ചെറിയ ഇൻക്രീസ് തന്നെയാണ്. അപ്പോൾ 0.5 വോൾട്ടുള്ള EMF ഉള്ള സമയത്ത് ബാലൻസ് ലെങ്ത് 50 സെന്റിമീറ്റർ ആണെങ്കിൽ 0.501 വരുന്ന സമയത്ത് 0.501 വോൾട്ട് വരുന്ന സമയത്ത് എത്ര ബാലൻസ് ലെങ്ത് ഉണ്ടാവും? ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ 0.501 into 1 divided by 0.01, that is equal to 50.1 centimeter. 50.1 centimeter, that is equal to 50.1 centimeter. So what is the difference in balance length? Difference in balance length. Difference in balance length equal to 50.1 minus 50, that is equal to 0.1 centimeter, which is equal to 1 millimeter. അപ്പം പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് 0.01 വോൾട്ട് പെർ സെന്റിമീറ്റർ ഉള്ള ഒരു പൊട്ടൻഷ്യോമീറ്ററിന് അതിന്റെ സെക്കൻഡറി EMF 0.5 നിന്നും 0.501 ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാലൻസ് ലെങ്ത് 1 മില്ലിമീറ്റർ ആണ് വ്യത്യാസം വന്നത്. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ബാലൻസ് ലെങ്ത്തിൽ വന്നിട്ടുള്ളൂ. ഒരു പക്ഷേ നമ്മളുടെ കണ്ണിൽ ഇത് പെട്ടില്ല എന്ന് വന്നേക്കും. 1 മില്ലിമീറ്റർ വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമ്മളെ കണ്ണിൽ പെട്ടില്ല എന്ന് വന്നേക്കും. എന്ന് വെച്ചാൽ ഈ പൊട്ടൻഷ്യോമീറ്റർ ഇത്രയും ചെറിയ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെക്കൻഡറിയിൽ സംഭവിച്ചപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുന്നതിൽ വളരെ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അയാളുടെ ആക്യുറസി അത്രയ്ക്കൊന്നുമില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ രണ്ടാമതൊരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ആ പൊട്ടൻഷ്യോമീറ്ററിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് 5 ഡാഷ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്
0.001 വോൾട്ട് പെർ സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കും. അയാളിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMFന്റെ വാല്യൂ 0.5 നിന്നും 0.501 വോൾട്ടിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന EMFന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സെല്ല് കണക്ട് ചെയ്യുന്നെങ്കിൽ അയാളിലെ ബാലൻസ് ലെങ്ത് എത്ര വ്യത്യാസം വരുന്നതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അഗൈൻ ഇതേപോലെ തന്നെ 0.001 വോൾട്ട് ആണ് വോൾട്ടിനെ ബാലൻസ് ചെയ്യാൻ 1 സെന്റിമീറ്റർ ആണ്. അപ്പം 0.5 വോൾട്ടിനെ ബാലൻസ്, നമ്മുടെ സെല്ലിന്റെ EMF തുടക്കത്തിൽ 0.5 ആയിരുന്നു. 0.5 വോൾട്ടിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 0.5 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 0.001 which is equal to 500 സെന്റിമീറ്റർ. 500 സെന്റിമീറ്റർ ആണ്. നൗ സെല്ലിന്റെ EMF 0.5 വോൾട്ടിൽ നിന്നും 0.501 വോൾട്ടിലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 0.501 വോൾട്ട് ആണ് ഇപ്പോഴത്തെ EMF എങ്കിൽ പുതിയ ബാലൻസ് ലെങ്ത് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ. 0.501 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 0.001 which is equal to 501 centimeter. Now what is the difference in balance length? Difference in balance length is equal to 501 minus 500 which is equal to 1 centimeter which is equal to 10 millimeter. അപ്പോൾ ബാലൻസ് ലെങ്ത്തിൽ 1 സെന്റിമീറ്റർ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ അത് നെഗ്ലിജിബിൾ അല്ല. ഇവിടെ എത്രയേ വ്യത്യാസം വന്നുള്ളൂ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.5 വോൾട്ടിനും 0.501 വോൾട്ടിലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ ബാലൻസ് ലെങ്ത്തിൽ വെറും 1 മില്ലിമീറ്റർ ഡിഫറൻസേ വന്നുള്ളൂ എങ്കിൽ അവിടെ അതേ ഡിഫറൻസ് ഇൻ EMFൽ എത്ര ചേഞ്ച് ഇൻ ബാലൻസ് ലെങ്ത് വന്നു വെച്ചാൽ 10 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ ഡിഫറൻസ് വന്നു. അത് നെഗ്ലിജിബിൾ അല്ല, ഇത് നെഗ്ലിജിബിൾ ആണ്. എന്ന് വെച്ചാൽ ദ സെക്കൻഡ് പൊട്ടൻഷ്യോമീറ്റർ manages to detect a very slight increase from 0.5 volt to 0.501 volt, whereas the first one failed to detect such a minute difference in EMF of the secondary circuit. So which one is more accurate? The second one is more accurate. So how do you relate the accuracy of a potentiometer with its potential gradient? ആർക്കാണോ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കൂടിയിരിക്കുന്നത്, ഇവിടെ 0.01 ആണെങ്കിൽ അവിടെ 0.001 ആണ്. ആർക്കാണോ പൊട്ടൻ ഡിഫറൻസ് കൂടിയിരിക്കുന്നത് അയാളുടെ ആക്യുറസി കുറവും, ആർക്കാണോ പൊട്ടൻ ഡിഫറൻസ് കുറഞ്ഞിരിക്കുന്നത് അയാളുടെ ആക്യുറസി കൂടുതലുമാണ്. അപ്പൊ എങ്ങനെ ഒരു പൊട്ടൻഷ്യോമീറ്ററിന്റെ ആക്യുറസി വർദ്ധിപ്പിക്കാന്ന് വെച്ചാൽ ബൈ റെഡ്യൂസിങ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഓർ ബൈ റെഡ്യൂസിങ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് വി കൻ ഇൻക്രീസ് ദ ആക്യുറസി ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. ഇനി അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിന്റെ ഡെഫിനേഷൻ ആലോചിച്ചാൽ മതി. വോൾട്ട് പെർ സെന്റിമീറ്റർ, അതായത് മൊത്തം എ മുതൽ ബി വരെയുള്ള പൊട്ടൻ ഡിഫറൻസ് VAB ആണെങ്കിൽ VAB ആണ് എ മുതൽ L ലെങ്ത്തിലുള്ള L സെന്റിമീറ്റർ മൊത്തം ലെങ്ത് എ മുതൽ ബി വരെയുള്ള മൊത്തം ലെങ്ത് എല്ലാം വിചാരിക്കുക. L സെന്റിമീറ്ററിലെ പൊട്ടൻ ഡിഫറൻസ് VAB വോൾട്ട് ആണെങ്കിൽ 1 സെന്റിമീറ്ററിൽ എത്രയാ വരിക? 1 സെന്റിമീറ്ററിൽ VAB ഡിവൈഡഡ് ബൈ L വരും. അപ്പൊ എല്ലിന്റെ വാല്യൂ വർദ്ധിപ്പിച്ചാൽ, L വെച്ചാൽ എന്താ? ലെങ്ത് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ വയറാണ്. എല്ലിന്റെ വാല്യൂ വർദ്ധിപ്പിച്ചാൽ ഫൈയുടെ, ഇതിനെയാണ് ഫൈ എന്ന് വിളിക്കുന്നത്. ഈ എല്ലിന്റെ വാല്യൂ വർദ്ധിപ്പിച്ചാൽ ഫൈയുടെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. അപ്പൊ 4 മീറ്റർ നീളമുള്ള വയറോട് കൂടിയ പൊട്ടൻഷ്യോമീറ്റർ ആണോ 10 മീറ്റർ വയർ ലെങ്ത് ഉള്ള പൊട്ടൻഷ്യോമീറ്റർ ആണോ കൂടുതൽ ആക്യുറേറ്റ് എന്ന് വെച്ചാൽ 10 മീറ്റർ നീളമുള്ളതാണ് കൂടുതൽ ആക്യുറസി ഉള്ളത്. ഇനി അനദർ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ നീളം വർദ്ധിപ്പിക്കാതെ മറ്റൊരു വഴിയുണ്ട്. VAB കുറച്ചാൽ മതി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B കുറച്ചാൽ മതി. അപ്പൊ അതിനെന്താ ചെയ്യുക? അതിന് നിങ്ങൾ ഈ പ്രൈമറി സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് മറ്റൊരു റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യാം. ആ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഇപ്പൊ നിങ്ങൾ കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇയാൾ ഉണ്ടായിരുന്നില്ല. ഈ EMF ഓഫ് ദി സെൽ ഇൻ ദ പ്രൈമറി സർക്യൂട്ട് മൊത്തം എക്കും ബിക്കും ഇടയിൽ പൊട്ടൻ ഡിഫറൻസ് ആയി വന്നിരുന്നു. ഇപ്പൊ എന്താ ഉണ്ടാവുള്ളൂ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B, എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B, എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റർ, ഇതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പ്ലസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R, ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു ക്യാപിറ്റൽ E വരും. നേരത്തെ ഈ ടേം ഉണ്ടായിരുന്നില്ല. മുഴുവൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B ഈക്വൽ ടു സെല്ലിന്റെ EMF ആയിരുന്നു. ഇപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B എത്രയുള്ളൂ നോക്കുക. ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B
ഈക്വൽ ടു E മൈനസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ക്യാപിറ്റൽ ആണ്. അതായത് പ്രൈമറി സർക്യൂട്ടിന് സീരീസ് ആയിട്ട് സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. എല്ല് കൂട്ടിയിട്ട് 5 കുറയുന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. വി എ ബിയുടെ വാല്യൂ എല്ലിനെ വ്യത്യാസപ്പെടുത്താതെ വി എ ബിയുടെ വാല്യൂ കുറച്ചാലും മതി 5 കുറയ്ക്കാൻ. അപ്പോൾ വി എ ബിയുടെ വാല്യൂ കുറയ്ക്കാൻ എന്താ ചെയ്യുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് വി എ ബി എന്ന് പറയുന്നത്. അത് കുറയ്ക്കാൻ എന്താ ചെയ്യുക? ഇങ്ങനൊരു ടേം കിട്ടിയാൽ മതി. ഇങ്ങനൊരു ടേം കിട്ടണമെങ്കിൽ ആരാ വേണ്ടത്? ഒരു റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. So by connecting a high resistance in series with the primary circuit, we can increase the accuracy or sensitivity of a given potentiometer. Clear and on the okay.